രാജാറാണി പോലെയുള്ള പടമെല്ലാം ഭയങ്കരമായിട്ട് മിസ് ചെയ്തിരുന്നു. കുറേ ആക്ഷൻ ഫിലിംസ് ആയിപ്പോയി, കുറേ സീരിയസ് ഫിലിംസ് ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഒരു കോൺഷ്യസ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്ത് ചെയ്ത പടമാണ് ആര്യ 40 എന്ന് പറഞ്ഞിട്ടൊരു പടം. നിഖിൽ മുരളി. അതായത് ഈ ആനന്ദൻ കാർഡ് ഷൂട്ടിംഗ് ടൈമില് ഹി അപ്രോച്ച് മീ, ഇങ്ങനെ വന്ന് ഒരു കഥ പറയണം എന്ന് പറഞ്ഞു. സോ ഞാൻ പ്രണയവിലാസം കണ്ടിരുന്നു. സോ ഐ റിയലി ലൈക്ക് ദാറ്റ് ഇമോഷൻ, ആ പടത്തിലുള്ള ഇമോഷൻസും സട്ടിൽ നുവാൻസസും ലവും അതൊക്കെ വളരെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. സോ ഐ തോട്ട് ഓക്കെ, എന്താ മേ ബി ഒരു പടം കേൾക്കാന്ന് വെച്ചിട്ട് ജസ്റ്റ് ഈ കേം ആൻഡ് ടോൾഡ് മീ ദ സ്റ്റോറി. പറഞ്ഞ ഫസ്റ്റ് നരേഷനിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. സോ ഐ സെഡ് ഈ പടം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു. then അതിന് മുമ്പ് ഒരു വേട്ടോം എന്ന് പറഞ്ഞൊരു രഞ്ജിത്ത് അത് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം ആ കമ്മിറ്റ്മെന്റ് കഴിഞ്ഞ ഉടനെ ഫ്രഷ് ആയി ചെയ്യണം. കുറെ കാലം ഇങ്ങനെ ഒരു പടം അഭിനയിച്ചിട്ട്, രാജാറാണിന് ശേഷം ഞാൻ ഇങ്ങനെ അഭിനയിച്ചിട്ടില്ല. സോ ഐ റിയലി വാണ്ട് ടു ഡു. സോ അതൊരു നല്ലൊരു രാജാറാണീനെ പോലെ നല്ലൊരു ഹീറോയിൻസ്, നിഖില വിമലും പിന്നെ വൈഷ്ണവി ചൈതന്യ, 2 ഹീറോയിൻസ് വെച്ച് മൗണ്ട് ചെയ്ത ഒരു പടം. സോ ദാറ്റ്സ് കം ഔട്ട് ബ്യൂട്ടിഫുൾ. നിഖിൽ വന്നിട്ട് അതേ ഇമോഷൻ, അതേ ബട്ട് വേറെ സ്റ്റോറി ലൈൻ, ബട്ട് ആ മെച്യൂരിറ്റി, റിലേഷൻഷിപ്പ് എങ്ങനെ ക്യാപ്ചർ ചെയ്യേണ്ടത്, ആ ഒരു മെച്യൂരിറ്റി ലെവലില് അതേ ഒരു ഫൺ ഫാക്ടർ, അതേ ഒരു ലവ് ഇമോഷൻ, കൗണ്ടർ അടിക്കുന്ന ആര്യ കാണാം. അല്ല ഫുൾ ജോളി ആയിട്ടുള്ള ഒരു ആര്യ അങ്ങനത്തെ.